ഹായ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് കേക്കൊക്കെ ഇപ്പോൾ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിലും ക്രീമൊക്കെ കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുപോലെ ബട്ടറോ നെയ്യോ കാര്യങ്ങളോ ഒന്നും ഒരുപാടില്ലെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കുറച്ച് മൈദയും പാലും വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രീമിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു കേക്കൊക്കെ ഉണ്ടാക്കിയിട്ട് ഈ ഒരു ക്രീമൊക്കെ തേച്ചിട്ട് നമുക്ക് അടിപൊളി കേക്ക് റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഈ ഒരു ക്രീം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പാൻ വെച്ച് കൊടുക്കുക. ഇതിനകത്തേക്ക് നമുക്കൊരു 1 ടീസ്പൂൺ നെയ്യ് അല്ലെങ്കിൽ ബട്ടർ അല്ലെങ്കിൽ ഏതെങ്കിലും ഓയിൽ ചേർത്താലും മതി കേട്ടോ. വളരെ കുറച്ച് നെയ്യ് അല്ലെങ്കിൽ ബട്ടർ മതി. നമുക്ക് ഈ മൈദ ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. നെയ്യും ഇതൊന്നും ഇല്ലെങ്കിൽ ഓയിൽ ഒഴിച്ചിട്ടാണെങ്കിൽ നമുക്ക് വറുത്തെടുക്കാം. ഇതിനകത്തേക്ക് നമ്മളിപ്പോൾ 1/4 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ മൈദ നല്ല ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ചെറുതായിട്ട് അതിൻ്റെ കളറൊന്ന് മാറി ഒരു ലൈറ്റ് ബ്രൗൺ കളർ വരുന്ന വരെ നമ്മൾ നന്നായിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുക്കുക. നല്ലൊരു മണം വരും ഇത് ശരിക്കും ഒന്ന് വറുത്ത് വരുമ്പോഴത്തേക്കും. അപ്പോൾ അത് അത്യാവശ്യം നല്ല കളറൊക്കെ മാറി നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ നമുക്കിതിനകത്തേക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഒരു 3-4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മളിതൊരു ചോക്ലേറ്റ് ക്രീമായിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കൊക്കോ പൗഡർ ഇല്ലയെന്നുണ്ടെങ്കിൽ ചോക്ലേറ്റ് പൗഡറോ അങ്ങനെ എന്തെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ കൊക്കോ പൗഡർ കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ കട്ടകളൊക്കെ മാറ്റി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ 1/4 കപ്പ് മൈദയ്ക്ക് 1 കപ്പ് പാലെന്നുള്ള അളവിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ പാൽ ഇതിനകത്തേക്ക് കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ പെട്ടെന്ന് ഇത് കട്ടയായി പോകാനുള്ള ചാൻസ് ഉണ്ട്, കാരണം മൈദ ആയതുകൊണ്ട്. അതുകൊണ്ട് പാൽ ചേർത്ത് പെട്ടെന്ന് തന്നെ യോജിപ്പിച്ച് കൊടുക്കണം. പിന്നെ നല്ല ലോ ഫ്ലെയിമിൽ വെക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. മാക്സിമം കട്ടയൊന്നും ഇല്ലാതെ യോജിപ്പിച്ചെടുക്കാൻ നോക്കാം കേട്ടോ. പിന്നെ വേണമെങ്കിൽ കുറച്ചൊക്കെ കട്ട ഉണ്ടെങ്കിലും കുഴപ്പമില്ല. നമുക്ക് ലാസ്റ്റ് ഒന്ന് മിക്സിയിലിട്ടിട്ടൊന്ന് കറക്കി എടുക്കുകയാണെങ്കിൽ ആ ഒരു കട്ടയൊക്കെ മാറി നന്നായിട്ട് നമ്മുടെ ക്രീം കിട്ടും. നല്ല കുറച്ചുകൂടി നമുക്ക് സ്മൂത്തായിട്ട് കിട്ടും. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. എന്നാലും മാക്സിമം കട്ടയൊക്കെ മാറ്റിയിട്ട് ഇതുപോലെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. പിന്നെ ഇതിലേക്ക് നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2-3 കഷ്ണം ഡാർക്ക് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, കാരണം കുറച്ചുകൂടി നമ്മുടെ ക്രീമിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇപ്പോൾ ഡാർക്ക് ചോക്ലേറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഡയറി മിൽക്കോ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. അല്ലെങ്കിൽ ചോക്ലേറ്റ് പൗഡറോ കൊക്കോ പൗഡർ തന്നെ കുറച്ചുകൂടെ ചേർത്താലും മതി. ഇപ്പോൾ ചോക്ലേറ്റ് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും നമ്മുടെ ഈ ഒരു ക്രീമിന്. അപ്പോൾ അത്യാവശ്യം നല്ല തിക്കായിട്ട് ആ ക്രീമിൻ്റെ ആ ഒരു രൂപത്തിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേജ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് ഞാനിപ്പോൾ വാനില എസൻസോ കാര്യങ്ങളോ ഒന്നും ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ കുറച്ച് കട്ടിയായിട്ടുള്ളത്, കാരണം തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടെ കട്ടിയാവും ഞാൻ പറഞ്ഞ പോലെ. അപ്പോൾ കുറച്ചൊരു നല്ല ക്രീമി ആയിട്ട് നമുക്ക് കേക്കിൽ തേച്ച് കൊടുക്കുന്ന ആ ഒരു പരുവത്തിലേക്ക് വേണമെങ്കിൽ ഒന്ന് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുത്താൽ മതി. ഞാൻ മിക്സിയിലിട്ടിട്ട് അടിച്ചെടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണ് ഉണ്ടാവാമെന്ന്. ഇതിപ്പോൾ അത്യാവശ്യം നല്ല കട്ടിയായിട്ട് സ്റ്റിഫായിട്ടുള്ളൊരു ക്രീമാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ എടുക്കാം. അല്ലെങ്കിൽ ഞാനൊരു 3 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചിട്ട് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുള്ളതാണിത്. അപ്പോൾ നമുക്കിതുപോലെയാണ് ക്രീം കിട്ടുക. നല്ല ലൂസായിട്ട്, അതായത് നല്ല ക്രീമി ആയിട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു രീതിയിലാണെങ്കിൽ നമുക്ക് കേക്കിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനും നല്ല എളുപ്പമാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ ചോക്ലേറ്റ് കേക്കൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ക്രീമാണ് കേട്ടോ. മൈദ വെച്ചിട്ടാണ് ചെയ്തതെന്നൊന്നും മനസ്സിലാവില്ല. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ക്രീം വെച്ചിട്ടുള്ള കേക്കിൻ്റെ റെസിപ്പി അടുത്ത് തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും, കാണാൻ മറക്കരുത്. അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ റെഡ് കളറിലൊരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്. അത് പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ഓപ്ഷൻ കൂടെ സെലക്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്